ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു. പക്ഷേ പുതിയ കുറേ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദിയുണ്ട്. പലരും പറയുന്ന വിജിയുടെ സംസാരം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തേ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ പഴയ ആൾക്കാർ കമൻ്റ് ഇടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ആൾക്കാർ ഒന്ന് കമൻ്റ് ഇടത്തില്ലേ. ഇതിപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇതിപ്പോൾ കണ്ട ഇവിടെ ചുമപ്പ് പോലെ, അത് ചിലപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഈ സൈഡായിരിക്കും വരുന്നത്. ഈ മൊബൈലിൻ്റെ എന്തോ കുഴപ്പം കേട്ടോ, മുഖത്ത് ഈ ചുമപ്പ് പോലെ വരുന്നത്. അപ്പം അഖിൽ കമൻ്റ് ഇടും, നെയ്യപ്പം ഇടുന്നിടം വരെ ഞാൻ സമരം ചെയ്യുമെന്ന്. ഞാൻ നെയ്യപ്പം ഇടാൻ കേട്ടോ എന്നും ചിന്തിക്കും. ഈ അച്ചപ്പം തന്നെ എത്ര ദിവസം പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഈ രാവിലെ തൊട്ട് ഉച്ചക്കത്തെ പരിപാടി കഴിയുമ്പോഴത്തേനൊരു ഇതാവും. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ എണീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും, പിന്നെ അങ്ങ് മടിയാവും. അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെയും കാര്യം അതുപോലെ എന്നും ചിന്തിക്കും. രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കും, നാളെ എന്തു അന്നേരം നെയ്യപ്പം ഉണ്ടാക്കണമെന്ന്. നെയ്യപ്പം ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്, എനിക്കും നെയ്യപ്പം ഒത്തിരി ഇഷ്ടമാണ്. അതും ഈസി ആയിട്ടുള്ളൊരു നെയ്യപ്പം വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നിഷ പറഞ്ഞ് നോയമ്പൊക്കെയാ ചേച്ചി ഒരു പാട്ട് പാടണേന്ന്. അപ്പം നിഷക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമേ. ഒരു മിനിറ്റ് നോക്കി പാടാം കേട്ടോ. അതാ കണ്ണാടിയൊക്കെ വെച്ചേ, ടീച്ചറായിട്ട് വന്നേക്കുക. എൻ യേശുവല്ലതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലതില്ലെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ. ഈ ലോകസാഹികളെല്ലാരും മാറിപ്പോയാലും, എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത് ബ്രെഡും ഓമയ്ക്കയും കൂടെ കഴിക്കുന്നത്. ഇത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോയാണ്. അപ്പോൾ പിള്ളേർക്ക് അന്നത്തെ ദിവസം മാഗിയുടെ ആയിരുന്നു, അവർക്ക് മാഗി ഉണ്ടാക്കി കൊടുത്ത്. അപ്പം ഞാൻ ഇതും കഴിച്ചു. അതിനുശേഷം പിന്നെ വന്ന് കച്ചടക്കാരൻ കച്ചടയൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ബക്കറ്റിൻ്റെ അകത്ത് കവറൊക്കെ ഇടാനുണ്ട്. പിന്നെ തുണി കഴുകാനായിട്ട് അവിടെ പ്ലഗിൽ അയച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പാലേ
സാധാരണ കാച്ചിയ പാലാണ്. അതൊന്നുകൂടെ നന്നായിട്ട് വെള്ളം വറ്റിച്ചിട്ട് ഒഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ തോരൻ വെക്കാൻ ഇന്ന് വെജിറ്റബിൾസ് അല്ല ചെയ്യുന്നത്. ഈ പൾസസും കൊണ്ട് ഈ വെള്ളപ്പയറുണ്ട്, നമ്മുടെ വൻപയർ പോലുള്ള വെള്ളപ്പയർ ഇവിടെ വലുത്, അത് ഞാനൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. തോരൻ വെക്കുന്നത് ഇങ്ങനെയുള്ള വലിയ വെള്ളപ്പയറാണ്. അതിൻ്റെ കൂടെ ചീരയും ചേർക്കണം. ഇതൊന്ന് 2 വിസിലടിച്ചെടുക്കട്ടെ. തോരന് വേണ്ടി സവാള അരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ആ വെളുത്തുള്ളി ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചു. ആ പാത്രം നമ്മുടെ ഒരു പഴയ പാത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കല്ലിൻ്റെ ഈ മുകൾ ഭാഗം കൊണ്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി. അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു HB എത്ര ഉണ്ടെന്ന്. HB എനിക്ക് 9 ആയിരുന്നു. ഇപ്പം 1.5 മാസമായിട്ട് നോക്കിയില്ല. അപ്പം അതിൻ്റേതായ ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസ്, ഈന്തപ്പഴം വല്ലപ്പോഴും കഴിക്കും. അങ്ങനെ ഓരോന്നൊക്കെ ഈ നമ്മുടെ കടലയുണ്ടല്ലോ, കടല കഴിച്ചാലും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബൈ ചാൻസ് അത് കഴിക്കത്തേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങളങ്ങ് മാറ്റി വയ്ക്കത്തില്ലേ, ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും. അതാ എൻ്റെ സ്വഭാവം അങ്ങനെ. അതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ ചേച്ചി എങ്ങാനും പറയുവാണെങ്കിൽ ഞാൻ അന്ന് 1-2 ദിവസം ചെയ്യും, പിന്നെ വീണ്ടും തതയുക തന്നെ. നമ്മുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കാറില്ല. അപ്പോൾ തോരന് വേണ്ടി ഞാൻ വിസിലടിച്ചൊന്ന് വേവിച്ചായിരുന്നല്ലേ. പിന്നെ തേങ്ങയും സവാളയും വെളുത്തുള്ളി ഇതെല്ലാം കൊണ്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഇതുകൂടി ഇട്ട് കൊടുത്ത്. ഈ ചീര ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്, ഈ കൊച്ചു ചേർക്കാൻ ചീര കഴിക്കത്തില്ലല്ലോ, ചീരയൊക്കെ നല്ലതല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അന്ന് ചീരത്തോരൻ വെച്ചെണ്ണ ഇച്ചിരി ഇതിനൂടെ വേണ്ടി വെച്ചിരുന്നു. ഇങ്ങനെ അവൻ ഈ പയർ മാത്രം കൂട്ടാൻ വയ്ക്കുവാണെങ്കിൽ അവനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ആ ചീരയും കൂടി ഇട്ട് ലാസ്റ്റ് ടൈമും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി. അപ്പോൾ ആശാൻ കഴിച്ചു. അപ്പോൾ ഇതും ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഞാൻ ആ ചീര ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കിയില്ല, ഇങ്ങനെ നമക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ അത് പയറും അതുകൂടെ ഒക്കെ കിടന്ന് വേവാൻ ഉണ്ട് സമയം. അപ്പോൾ ഓരോരുത്തർ ചില വീഡിയോസുകൾ ഞാൻ പറയില്ലേ, നമ്മളുടെ വീഡിയോ ഒക്കെ വന്ന് ഞാൻ പറയില്ല, ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമുക്കുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ഈ ചക്കക്കുരു മാങ്ങാക്കറിയൊക്കെ ഇട്ട് കറി വെക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങാക്കറിയൊക്കെ എത്ര നാളായി കഴിച്ചിട്ട്. പണ്ട് വീട്ടിൽ സ്ഥിരം അമ്മ ഉണ്ടാക്കുമായിരുന്നു. നമുക്കുണ്ടല്ലോ വീട്ടിൽ തന്നെ മാങ്ങ, മുരിങ്ങയ്ക്ക ഇതെല്ലാം. അപ്പം ചക്കക്കുരു എല്ലാം അന്നേരം അതൊക്കെ ഇട്ട് കറി വയ്ക്കുമായിരുന്നു. കൂടുതലും നമ്മുടെ അയ്യത്തുള്ള സാധനങ്ങളാണെന്നല്ല പറിച്ച് ഉണ്ടാക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ടേ. അപ്പോൾ ഞാനൊരു അവിയൽ വെക്കുന്നുണ്ട്. ആ അവിയലിൻ്റെ അകത്തിന് വേണ്ടി ഞാൻ തേങ്ങ, കൊച്ചുള്ളി, ജീരകം, വെളുത്തുള്ളി ഞാൻ ചേർക്കും. ആ വെളുത്തുള്ളി ചേർക്കുന്ന ആ ഒരു മണമാണ് ഈ പിള്ളേർക്ക് ഇഷ്ടം. വെളുത്തുള്ളി ഇട്ടിട്ടൊരു കറി വെക്കുമ്പോഴേ ഈ കപ്പയൊക്കെ വേവിച്ച് അരപ്പിട്ടിട്ട് വേവുന്ന ഒരു മണം വരുമ്പോഴേ പ്രീസമോൻ വീട്ടിലുണ്ടെങ്കിൽ അടുക്കളയിൽ വരും. കപ്പയാണോ ചക്കയാണോ? ഇപ്പോൾ അവന് അവിയലും ഇഷ്ടമാണ്. പണ്ട് അവിയലും കൂട്ടത്തിലായിരുന്നു, ഇപ്പോൾ അവിയലും കൂട്ടും. ഞാൻ കറിവേപ്പില, ഈ കറിവേപ്പില ഇത്തിരി നല്ല കറിവേപ്പില, നല്ല മണമുണ്ട്. ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ട്, എന്നിട്ടും അത് പന്നലായിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഞാനങ്ങ് ചേർത്ത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പിടി ചീര ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ചീര ചേർക്കുന്നത് കൊണ്ട് അവിയൽ ചുമന്നിരിക്കുമെന്നുള്ളത്. ഇവനില്ലേ കൊച്ചവന് ഇച്ചിരി കളറ് വ്യത്യാസം, വലുതിനും അത് തന്നെ കളറ് കണ്ടാണ് ഇവന്മാർ കഴിക്കുന്നതൊക്കെ. അവന്മാർ ഗുണത്തിലല്ല നോക്കുന്നത്, സൗന്ദര്യമാണ് നോക്കുന്നത്. ഇല്ല പണ്ടുള്ളവർ അഴകിയ ചക്കയെ ചുളയില്ലെന്ന് പറഞ്ഞതുപോലെ സൗന്ദര്യം നോക്കി അവന്മാർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് കുക്കറിൽ ഒറ്റ വിസിലടിച്ച് ഇങ്ങെടുക്കുക. ചിലർ അല്ല സെപ്പറേറ്റ് തന്നെ കഷ്ണങ്ങൾ വേവിക്കും. ഞാനതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. കുക്കറിൽ തന്നെ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് പ്രഷറൊന്ന് തുറന്നു വിടും. അല്ലാതെ മൊത്തത്തിൽ പ്രഷർ ഇരിക്കുവാണെങ്കിൽ അതങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോകും. ഇവിടെ അല്ലേലും ഇച്ചിരി വെന്ത് പോകുന്നതാണ് ഇഷ്ടം, നല്ലത്. കാരണം അവന്മാർ മാറ്റി വയ്ക്കും. ഇതിലൊരു ഏത്തക്ക ഇട്ടിട്ടുണ്ട്, ആ ഏത്തക്ക കഷ്ണങ്ങൾ മാറ്റി വെച്ച അവന്മാർ.
കൊച്ചവനും തിന്നില്ല, ഞാനത് എടുത്ത് കഴിച്ചത്. എന്നിട്ട് ഞാൻ വിസിലിട്ടിട്ട് അത് ഒരു വിസിലടിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ ചീരയും കണ്ടില്ല, ആ ചീര കാണാനേ ഇല്ല പയറിൻ്റെ അകത്ത്. അതൊന്ന് വെന്ത് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇച്ചിരിച്ച് തൈര്, തൈരല്ല, ഇങ്ങനെ മോരായിട്ട് കലക്കി കുടിക്കുക. അതും ഉച്ചയ്ക്കേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വൈകുന്നേരമൊക്കെ കുടിക്കുകയാണെങ്കിൽ ചുമയുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ വയറിന് ഇച്ചിരി എരിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അപ്പം ഇവിടെ ഇവന്മാർക്ക് ഇത് മോര് ഇഷ്ടമല്ല, പക്ഷേ ലസ്സിയായിട്ട് കൊടുത്താൽ ഇഷ്ടമാണ്. ലസ്സിയായിട്ട് എപ്പോഴും നമുക്ക് കൊടുക്കാൻ ഒക്കത്തില്ല, കാരണം അത്രയ്ക്കും മധുരം കൂടെ ചേർക്കണ്ടേ. മധുരം അത്ര നല്ലതല്ലേ. വല്ലപ്പോഴും ഒന്നിത്തിരി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് പഞ്ചസാര ഇട്ട് ലസ്സിയായിട്ട് കൊടുക്കും. Praise and call. പ്രൈസൻ ഓടി വന്നല്ല മണം കേട്ട്. പ്രൈസൻ എന്താ ഓടി വന്നേ? എന്താ ഓടി വന്നേ? അവിയൽ. നന്നായി അവിയൽ പറഞ്ഞല്ലേ. ക്യാ അനു? ആ ഇട്, കഴുത്തിൻ്റെ അവിടോട്ടാ പില്ലോ എടുത്ത് നോക്ക്. ആ, ഞാൻ പില്ലോ ഇടാൻ വന്നണേ, അവനും ഇടണേ. ഇടട്ടെന്നാ. ആ, മിടുക്കനാന്നല്ലേ. ഇല്ല, അവർ മേളിലോട്ട് കയറ്റും, എന്നിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യും. ഇന്ന് ഷീറ്റുകളും പില്ലോ കവറുകളും എല്ലാം മാറ്റണമായിരുന്നു. അതുകൊണ്ടാണ് അവനും വന്നേ. അതിന് വന്നപ്പോഴത്തേനും കട്ടിൽ നീക്കി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അവിടെ പൊടി ഇരിക്കത്തില്ല. അതുകൊണ്ട് ഷീറ്റ് മാറ്റുന്നതിന് കട്ടിൽ ഞാൻ ഇങ്ങോട്ട് നീക്കിയിടും. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞ് ഒരു 2:30-3 മണിയായി. ഞാനൊന്ന് ഇവനെയും പിടിച്ച് കയറ്റി ഒന്ന് കിടത്തിയിട്ട് ഞാൻ അന്നേരം ചിലരുടെ വീഡിയോകളൊക്കെയാണ് കാണുന്നത്. ശ്രദ്ധിച്ചോണം അവൻ എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അവൻ അറിയുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ആ സൗണ്ട് കേൾപ്പിക്കാൻ അത് ഓണാക്കിയിരിക്കുക. അവൻ ചിന്തിച്ച് ഞാൻ മൊബൈൽ നോക്കുവാന്ന്. ഒന്നും കാണാൻ ഞാൻ ലൈറ്റൊന്ന് ഓണാക്കി. അപ്പോൾ ആ ഷാഡോയിൽ കിടന്ന് വണ്ടി കാണിക്കുക. ആൾക്ക് എന്നിട്ടും മനസ്സിലായില്ല ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത്. പിന്നെ ലാസ്റ്റിൽ മനസ്സിലായിട്ടുണ്ട്. എത്ര മണിക്കൂർ ഈ പരിപാടി ആയതെന്നറിയാമോ? അടങ്ങി കിടക്ക് പ്രിസൻ, സൗണ്ട് ഉണ്ടാക്കാതെ. നീ എന്തിനും നിന്നെ കിടത്തിയതില്ലേ ഞാൻ? അവിടെ അടങ്ങിക്കിടന്ന് ഉറങ്ങ്.
So see you later. Mayonnaise. On എടാ escalator. അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് പുതപ്പിട്ട് കിടാ. വേണ്ട 1/4 മണിക്കൂർ അവൻ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് അവൻ താണ്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പോഴത്തേക്കിന് നമുക്ക് എണീക്കേണ്ടി വന്ന് ഞാൻ പോയി പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിക്കും. ഇതാ ഇവൻ്റെ സ്വഭാവം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.